നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തൊരു ചെറിയ തെറ്റ്, ആ തെറ്റ് കാരണം നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നമുക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങളത് തിരുത്തൂ, ഉറപ്പായിട്ടും അല്ലേ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജവേൽ എഴുതി സംവിധാനം ചെയ്ത ഹൗസ് മേറ്റ് സിനിമയെ കുറിച്ചാണ്. കോമഡി, ഹൊറർ, ഫാമിലി ഡ്രാമ, സയൻസ് ഫിക്ഷൻ ഇങ്ങനെയുള്ള 4 ജോണറിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു സിനിമ. കാണുന്ന ഓരോ പ്രേക്ഷകനും ഒരു പുതുമ നിലനിർത്തിക്കൊണ്ട് സിനിമയിലുടനീളം ഒരു ഫ്രഷ്നെസ്സും ഒരു യൂണിക്കും നിലനിർത്തി പോകുന്നുണ്ട്. ഒരു 80% ഓഫ് സിനിമ നടക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ പരിപാടിയാണ്. ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പാടുള്ള ഒരു കാര്യം വളരെ ഈസി ആയിട്ട് പാരലൽ യൂണിവേഴ്സ്, അതുപോലെ ടെസ്റാക്ട്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര സിംപ്ലിഫൈ ചെയ്തിട്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വരുന്നത് വളരെ രസകരമായ സീൻസിലാണ്. സോ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും സർപ്രൈസ്ഡ് ആവും. ഒരു ഹൊറർ സിനിമ എങ്ങനെയാണ് കോമഡിയിലേക്ക് മാറുന്നത്, എങ്ങനെയാണ് ഫാമിലി ഡ്രാമയിലേക്ക് മാറുന്നത്, എങ്ങനെയാണ് സയൻസ് ഫിക്ഷനിലേക്ക് മാറുന്നത് എന്നുള്ളൊരു ജേണി ഉണ്ട്. ഈ ജേണിയിലേക്ക് നമ്മൾ ഇന്നാവുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ അത് എങ്ങനെയാണ് ആ കഥ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഈ സിനിമയിൽ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത് ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എഴുതിയ എത്രത്തോളം എൻഗേജ്ഡ് ആക്കി വെക്കാൻ പറ്റും എന്നുള്ളത് ഈ സിനിമ എന്താ നമുക്ക് മനസ്സിലാവും. കാളി വെങ്കട്ട്, ദർശൻ, വിനോദിനി, ഹർഷ എന്നീ തുടങ്ങിയ പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു പയ്യനുണ്ട്. ഇവരുടെ ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമ. ഒരു ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ലോ അല്ല, ഒട്ടും ഫാസ്റ്റ് അല്ല, ഒരു മീഡിയം റേഞ്ചിൽ പോകുന്ന ഒരു എഡിറ്റിംഗ് സ്റ്റൈലാണ് സിനിമയിൽ പോകുന്നത്. സ്ക്രീൻ പ്ലേ കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ എഡിറ്റിംഗ്. കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതിൻ്റെ ശേഷം ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു ഓഡിയൻസിന് നമ്മളത് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് ഡീൽ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാരണം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലോ ബ്രേക്ക് ആവുന്നതിനെ കുറിച്ചൊക്കെ. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരു 2-2.5 മണിക്കൂർ എൻഗേജ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സാധിക്കൂ എന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ നടക്കുന്ന ഒരു ഡ്രാമ. പുള്ളിക്ക് സിനിമയിൽ ഒരുപാട് ക്യാമറ ഗിമ്മിക്സോ പരിപാടികളൊന്നും കാണിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ബട്ട് കിട്ടിയ ആ ഒരു പരിപാടി പുള്ളി വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ സിനിമോട്ടോഗ്രാഫറാണെങ്കിലും എഡിറ്ററാണെങ്കിലും ഡയറക്ടറാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് രാജേഷ് മുരുകേശൻ. പുള്ളിയുടെ പേര് പറഞ്ഞാൽ അറിയണമെന്നില്ല, പക്ഷേ ചെയ്ത സിനിമകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അയാളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രേമം, നേരം, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള പടക്കം സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. ഇയാളുടെ സിനിമയ്ക്ക് വേണ്ട സിനിമയുടെ ലാംഗ്വേജ് എന്താണ് അതിനനുസരിച്ചുള്ള ഒരു വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് സിനിമയിൽ തന്നിട്ടുള്ളത്. നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് തന്നിട്ടുണ്ട് സിനിമയിൽ. സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന് ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യാറ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6.5 to 7 റേറ്റിംഗ് കൊടുക്കുന്ന സിനിമകൾ, എൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന സിനിമകളാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിൻ്റെ നെഗറ്റീവ്സ് പലപ്പോഴും എനിക്കത് വലിയൊരു വിഷയമായിട്ട് തോന്നാറില്ല. മോറോവർ ഈ സിനിമ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മിസ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും അത് ആലോചിക്കും. ഇത്രേ ഉള്ളൂ ഹൗസ് മേറ്റ് സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. സോ ഇഫ് യു ഗൈസ് ഹാവ് ഓൾറെഡി വാച്ച്ഡ് ദിസ് വീഡിയോ, പ്ലീസ് ലീവ് എ കമന്റ്. Thank you for watching.